നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നെല്ലാം പോയി. എന്തിനു നമ്മൾ മറ്റുള്ളവരെ കൊച്ചാക്കി കാണണം? അതെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതെന്താണ്? 5 പോയിന്റ് നീ പറഞ്ഞത് 5ഉം കെട്ടയ്ക്ക് നിക്കണതാ. 5ഉം വേണം. വെല്ലുവിളിച്ചോണ്ട് നടക്കണ കാലത്ത് നീ ആരടി നീ ആരടാ. പക്ഷേ ഒരു കാര്യം പറയാം, പണമില്ലാത്തവൻ ഒന്നുമല്ല. മനസമാധാനമില്ലെങ്കിൽ പിന്നെ അറിയാലോ എന്നാണ് സംഭവിക്കാൻ പോണല്ലെങ്കിൽ നമ്മൾ വെറും വട്ടപൂജ്യം. ജനിക്കുമ്പോഴും മരിക്കുന്നവരെയും സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കണം. നമുക്ക് ജീവിക്കാൻ ആരും ഒന്നും തരൂല. നമ്മുടെ ഭാഗത്ത് ഇൻ കേസ് തെറ്റില്ലെങ്കിലും അവരോട് നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സോൾവ് ആയി കിട്ടും. ആൾക്കാരോട് വെറുതെ ശത്രുതയായിട്ടും ഒരാളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് ഇറക്കിയിട്ടും ഒക്കെ നടക്കേണ്ട ഒരു കാശ് കൊടുത്ത് കിട്ടുന്നതല്ല സ്നേഹബന്ധം. നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ അളക്കണത്. നല്ല ചൂട് ചായ. മഴയുണ്ടോ? അടിപൊളി, നല്ല ചൂട് ചായ. മഴ വെച്ച് തണുക്കുക, വിറക്കണില്ല. വിറയ്ക്കുവാണെങ്കിൽ സ്വെറ്റർ എടുത്തിടും. 2 സ്വെറ്ററാ ഇവിടെ ഇരിക്കണേ. ഒന്ന് നീ പണ്ട് മേടിച്ചോണ്ട് വന്ന് ടൂർ പോയപ്പോ, ഒന്ന് എനിക്ക് ജെസ്സി ആന്റിയുടെ സ്മിത ഹൈദരാബാദില് ഉണ്ടായിരുന്നപ്പോ സ്മിത മേടിച്ചോണ്ട് തന്നതാ. ചുമപ്പ് കളറുള്ള നല്ല, അത് ഫുൾ സ്ലീവാ. പിന്നെ ചേച്ചി ഫുൾ സ്ലീവ് ഇട്ടിരുന്നോളാം മഴയത്ത് എന്നും പറഞ്ഞു മേടിച്ചോണ്ട് വന്നതാ. നല്ല, രണ്ടും നല്ല. നീ എന്നോട് സ്ലീവ്ലെസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നീ സ്ലീവ്ലെസ്സാ മേടിച്ചോണ്ട് വന്നത്. രണ്ടും നല്ലതാ. രണ്ടും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. നീ പറഞ്ഞോ? ചായ കുടിച്ചില്ലല്ലോ നീ? ഇല്ല. ഞാൻ അമ്മയോട് ചോദിക്കാൻ വന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ചോ. എന്താണെന്നറിയോ? ഇല്ല. എവിടേക്കാ ഈ പോണേ? അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതെന്താണ്? 3-4 ഓപ്ഷൻസ് ഞാൻ തരാം. ശരി. എന്തൊക്കെയാണെന്നറിയോ? 1 പണം, 2 ആരോഗ്യം, 3 സ്നേഹബന്ധങ്ങൾ, 4 മനസമാധാനം, 5 സത്യസന്ധത. ഇത്രയാണ് ഞാൻ ആലോചിച്ചിട്ട് സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ പെടുന്നത്. പക്ഷേ ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചിലപ്പോ അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും. വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് അതിലായി. അപ്പൊ ഏറ്റവും വലിയ സമ്പത്ത് ഇതിലേതാണ്? ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതില് ഏറ്റവും വലിയ സമ്പത്തായിട്ട് അമ്മയ്ക്ക് തോന്നണ ഏതാ? ഈ ഇപ്പൊ പറഞ്ഞ 5 പോയിന്റും ഈക്വലി വേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം പറയാം, പണമില്ലാത്തവൻ ഒന്നുമല്ല, ആരോഗ്യമില്ലാത്തവൻ ഒന്നുമില്ല. മനസമാധാനമില്ലെങ്കിൽ പിന്നെ അറിയാലോ എന്നാണ് സംഭവിക്കാൻ പോണത്. പിന്നെ സ്നേഹബന്ധവും ബന്ധുബലവും ഇല്ലെങ്കിൽ നമ്മൾ വെറും വട്ടപൂജ്യം. പിന്നെ ഏതാ ഒരു പോയിന്റ് പറഞ്ഞേ? പിന്നെ ആരോഗ്യം, പണം, സ്നേഹബന്ധങ്ങൾ, മനസമാധാനം, സത്യസന്ധത. സത്യസന്ധത ജനിക്കുമ്പോ മുതൽ മരിക്കുന്നവരെ വേണം. അപ്പൊ 5 പോയിന്റ് നീ പറഞ്ഞത് 5ഉം കെട്ടയ്ക്ക് നിക്കണതാ. 5ഉം വേണം. 5ഉം ലൈഫില് എനിക്ക് ബന്ധുബലം വേണം, മനസമാധാനം വേണം, പണം വേണം, ആരോഗ്യം വേണം, സത്യസന്ധത വേണം. സത്യസന്ധത മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോഴും മരിക്കുന്നവരെയും സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കണം. ഈ മുറുക്കാഞ്ചല്ല എന്റെ അല്ലാട്ടോ, ഇവളുടെയാ. ഇതേ എല്ലാ സംഗതികളും ഇതിലുണ്ട്. ഓൾ സെറ്റ്. അവളെ വീഡിയോ എഡിറ്റിങ്ങിന്റെ സംഗതികൾ കുറെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കണം കേട്ടോ. എന്റെ സംഗതികളൊന്നും അല്ല. ഞാൻ ചായ കുടിക്കാൻ ചായക്കപ്പുമായിട്ട് വന്നത്, ചായ തീർന്നു. എനിക്ക് ചായ തണുത്ത ഒട്ടും ഇഷ്ടമല്ല. എന്ന് വെച്ച് അപ്പയുടെ പോലെ കടും ചൂട് എനിക്ക് വേണ്ട. ചായയും കാപ്പി മിതമായ ചൂടിൽ കുടിക്കണം. തീർന്നു. അപ്പൊ കണ്ടിന്യൂ. പിന്നെ പണമില്ലെങ്കിൽ നമ്മൾക്ക് ആൾക്കാർ ഒരു വിലയും തരൂല. പിന്നെ മനസമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളകി നടക്കും. പറമ്പ് ചുറ്റും പെരക്ക് ചുറ്റുമൊക്കെ മനസ്സിന് ശാന്തി കിട്ടാൻ ഇങ്ങനെ നമ്മൾ നടക്കും. സമാധാനം അന്വേഷിച്ച് നടക്കും. വേറൊരു പോയിന്റും പണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ആരും ഒന്നും തരൂല. നമ്മൾ സ്വന്തം വേല ചെയ്തു അല്ലെങ്കിൽ നമുക്കുള്ള സ്വത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. പിന്നെ വ്യക്തിബന്ധങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സത്യസന്ധത ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മള് സത്യസന്ധത നമ്മുടെ കൂടപ്പുറപ്പാ. അപ്പൊ നമ്മള് തമാശയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി നേരം പോക്കുകളും തമാശകളും ചില ഇപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നമ്മളെന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഭക്ഷണം തരാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മള് കഴിച്ചാ പോകുന്നതിന് അങ്ങനെ ചിലപ്പോൾ പറയണ നുണയായിരിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രായമായവരായിരിക്കും ഇരിക്കണേ. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാവണമെന്നില്ല. ചായയും കാപ്പിയാണെങ്കിൽ കുഴപ്പമില്ല. ചോറുണ്ണൊക്കെ സമയത്ത് ചെല്ലുവാണെങ്കിൽ അപ്പം ചില നുണകളൊക്കെ നമ്മൾ പറയും. പക്ഷേ മാക്സിമം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ജീവിക്കാൻ
ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നാ നീ പറഞ്ഞത്? ഇത്രയല്ലേ പറഞ്ഞോളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു സമ്പത്താണ് കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ. അതെപ്പോഴും അപ്പൊ പറയൂലേ, മെത്ത കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും, മെത്തയിൽ കിടക്കാനുള്ള ഉറങ്ങാനുള്ള ഇത് കാശ് കൊടുത്താൽ കിട്ടൂല, നമുക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടെങ്കിൽ അത് സാധിക്കോളെന്ന്. അതെ. അപ്പൊ എല്ലാ സമയത്തും ചിലപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്നിരിക്കൂല, ചില ചിന്തകൾ കൊണ്ട് ചിലപ്പോൾ വൈകി ഉറങ്ങിയെന്നിരിക്കും, ചിലപ്പോൾ പലർക്കും പല കാര്യങ്ങളുണ്ടാവില്ല, ചില അസുഖങ്ങളുണ്ടാവും, ചിലപ്പോൾ വേറെ വേറെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ സാധിച്ചില്ലെന്നിരിക്കും. എങ്കിലും മാക്സിമം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയ വലിയ സമ്പത്താണത്. അതൊക്കെയാണ് ഓഗസ്റ്റ് 1-ാം തീയതി ഈ കൊടും മഴയത്തെ സമയം വൈകുന്നേരം 3:30 ചായ കുടിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ബന്ധുമിത്രാദികളോടും മറ്റ് സ്നേഹിതരോടും സുഹൃത്തുക്കളോടും പിന്നെ പരിസരവാസികളോടും നമ്മളറിയുന്ന എല്ലാവരോടും നല്ല രീതിയിൽ ജീവിച്ച് സ്നേഹസംതൃപ്തിയോടുകൂടി പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവരായിട്ടങ്ങനെ കടുംപിടുത്തത്തിനോ വഴക്കിനോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് നമ്മൾ ഇട കൊടുക്കാതെ മാക്സിമം സന്തോഷമായിട്ട് പോവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് നമുക്കങ്ങനെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അവരോട് സോറി പറയുക. നമ്മുടെ ഭാഗത്ത് ഇൻ കേസ് തെറ്റില്ലെങ്കിലും അവരോട് നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സോൾവ് ആയി കിട്ടും. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ ഇണങ്ങി പോകാനുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേരങ്ങളിലൊക്കെ മഴയാണെങ്കിലും റോട്ടിൽ പോകുമ്പോൾ ഇവർ രണ്ടുപേരും എന്നോട് ചോദിക്കും, മഴയത്ത് ഇപ്പം ഈ വെള്ളം ചോട്ടി പോണേ എന്തിനാന്ന്. അപ്പം നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം അവരിപ്പോൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചേച്ചി ഇന്ന് വരാത്തത് മഴ കൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് എന്നെ ഫോൺ വിളിക്കും. അപ്പം നമ്മളങ്ങനെ എപ്പോഴും നമ്മൾ മാക്സിമം എല്ലാവരുമായിട്ട് സ്നേഹിച്ചു പോകാൻ ശ്രമിക്കണം. ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം ആൾക്കാരോട് വെറുതെ ശത്രുതയായിട്ടും ഒരാളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് ഇറക്കിയിട്ടുമൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം വേണം. ഒക്കെ വീർപ്പിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് തിരിയാൻ മേല, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയാൻ മേലാത്ത ഒരവസ്ഥ ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എൻ്റെ ഓരോ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ സന്തോഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഇങ്ങനെയുള്ള സംഗതികളൊന്നും പൈസ കൊടുത്താൽ കിട്ടൂല. ഇല്ല അങ്ങനെ മനസ്സമാധാനം, ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ അല്ല, അതൊക്കെ ഇതിൽ പെടണതാ. ലിങ്കാണല്ലോ, ഒരു ചെയിനല്ലേ അതെല്ലാം. അങ്ങനെയാണ്. ആരോഗ്യം വേണം. പിന്നെ പ്രധാന ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തിനും കൊള്ളാം. നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പണം പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമുക്കിപ്പോ ഒരു മാരകമായൊരു അസുഖത്തിന് നമ്മൾ അടിമയായി എന്ന് കരുതുക. ആരും അങ്ങനെ ആകാതിരിക്കട്ടെ. ശത്രുക്കൾക്ക് പോലും മാരകമായ അസുഖങ്ങൾ വരാതിരിക്കട്ടെ. ശത്രുക്കൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ അറിയപ്പെടാത്ത വ്യക്തികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു മനുഷ്യർക്കും അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ വരാതിരിക്കട്ടെ. അങ്ങനെ അസുഖങ്ങൾ വന്നാൽ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നെല്ലാം പോയി. പിന്നെ നമ്മളുടെ കയ്യിലല്ലല്ലോ ഒന്നും. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വളഞ്ഞുകൂടി കിടക്കുക, മരുന്നുകൾ കഴിക്കുക, ആശുപത്രി വാസം അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ നമുക്ക് റിക്കവർ ചെയ്ത് പോരാൻ പറ്റും. അപ്പോൾ എപ്പോഴും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക, വലിയ കഠിനമായ രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ മോചിപ്പിച്ച് തരണേന്ന്. അപ്പം അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് ആഡ് ഓൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ പറയണ ഞങ്ങളുടേതായ അഭിപ്രായങ്ങളും ഞങ്ങളുടേതായ വീട്ടിൽ കാണിക്കുന്ന സംഗതികളുമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടാകും, എല്ലാ വീടുകളിലും വ്യത്യസ്തതയുണ്ടാകും. അപ്പോൾ വ്യത്യസ്തതയുള്ള കാര്യങ്ങളും ഇപ്പം ഈ പറഞ്ഞ സംഗതികളിൽ എന്തെങ്കിലുമൊക്കെ വേറെ രീതിയിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് പറയുക. അപ്പം ഞങ്ങൾക്കും അതൊരു ഗുണകരമായിരിക്കൂലേ. അപ്പൊ എപ്പോഴും പലരും ചേരുമ്പോൾ പല അഭിപ്രായങ്ങൾ വരൂലേ. ഒരാളുടെ അഭിപ്രായം ആയിരിക്കൂല മറ്റൊരാളുടെ അഭിപ്രായം. ഇപ്പം ഞാനിന്ന് പറയുകയാണ്, ഓഗസ്റ്റ് 1-ാം തീയതി ജൂലൈ 31-ാം തീയതി രാത്രിയിൽ ഞങ്ങളുടെ ഈ പ്രമിസസിൽ മുളന്തുരുത്തി ഭാഗത്തൊക്കെ കഠിനമായ മഴ തുടങ്ങിയതാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള മഴയാണ്. 1-ാം തീയതി പകൽ ഇടവിട്ട് ചെറിയൊരു തോർച്ച കാണും. അത് കഴിഞ്ഞിട്ട് വന്ന മഴ നല്ല ശക്തിയിലാണ് വന്നത്. പണ്ടത്തെ കാലവർഷത്തിൻ്റെ ഒരു രീതി ഇപ്പോഴാണ് ഇവിടെ തുടങ്ങിയേക്കണത്. അപ്പം ഞാൻ പറയുവാണ്, കാറ്റും ഇടിയൊന്നും ഉണ്ടാവാതെ ആർക്കും അപകടങ്ങളൊന്നും വരുത്താതെ മഴ എന്തോരം വേണമെങ്കിലും പെയ്തോട്ടെ. ഈ ഒരുപാട് ഇതിൽ കണ്ടു, ഈ യൂട്യൂബിലൊക്കെ കണ്ടതാണ് ഞാൻ, മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് വെള്ളക്കെടുതി വന്ന് പ്രയാസം വന്ന് വീടുകളിലൊക്കെ വെള്ളം കയറി. എന്നിട്ട് ദൈവമേ, അങ്ങനെ വെള്ളം കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി അവർക്ക് ശാന്തമായിട്ട്
താമസിക്കാൻ ഒരു അവസരം വരട്ടെ. എന്തൊരു ബുദ്ധിമുട്ടാണ്, വെള്ളം കയറുന്ന പറമ്പും വീടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും വെള്ളം വന്നത്. ഇപ്പൊ കാര്യം മഴയില്ലാത്തത് കൊണ്ട് കറണ്ടില്ല, പവർ കട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കെടുതി വരുമ്പോ അത് വിഷയല്ലേ. ആർക്കും പ്രയാസങ്ങൾ ദൈവം കൊടുക്കാതിരിക്കട്ടെ അല്ലേ. അപ്പൊ ഇപ്പൊ പറഞ്ഞതിൽ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതിന് ആദ്യത്തെ പോയിന്റ് കൊടുക്കുന്നത് ആരോഗ്യത്തിനാണ്. അതെ, ആരോഗ്യം. ഇവിടെ അപ്പച്ചൻ പറയുമായിരുന്ന, ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നിനും, പിന്നെ ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല, ഒന്നിനും കൊള്ളൂല എന്ന് അപ്പച്ചൻ പറയും. കാരണം അതാ അപ്പച്ചൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളല്ലേ. അപ്പൊ എപ്പോഴും പറയും, ഈ എൻ്റെ മകനെയൊക്കെ വളർത്തിയത് ഇങ്ങനെ പേടയൊക്കെ ചെറുപ്പകാലം ആട്ടുംപാലും ഞാലിപ്പൂമ്പഴവും കൊടുത്താന്ന് പറയുമായിരുന്നു. അന്നത്തെ കർഷക ഇതല്ലേ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പറമ്പ് ഇഷ്ടം പോലെയുണ്ട്, വാഴ വെക്കും, പഴം ഉണ്ടാവും. അതിപ്പോഴും അപ്പയ്ക്ക് ഞാലിപ്പൂമ്പഴം, നിനക്കും അങ്ങനെ ഞാലിപ്പൂമ്പഴം തൊണ്ട് കറുത്താലല്ലേ ഇഷ്ടം. എനിക്കങ്ങനെ തൊണ്ട് കറക്കണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് പഴുത്തു തുടങ്ങുമ്പോഴേ എനിക്കിഷ്ടം. അതുപോലെ അപ്പനെ ചെറുപ്പത്തിൽ അതിനു വേണ്ടി ഇവിടെ ആടിനെ വളർത്തുമായിരുന്നെന്ന് അമ്മച്ചി പറയണം. അങ്ങനെ അപ്പൊ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ കഴിയും. പണം നേടാം, അതെ, ജീവിതത്തില് സന്തോഷം ഒരു പരിധി വരെ നമുക്ക് നേടാം. പണം ഉണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ സന്തോഷം നേടാം, ഉണ്ടാവും. പിന്നെ സമാധാനം കുറെയൊക്കെ നമുക്ക് നേടാം. എല്ലാം പറ്റൂലെങ്കിലും കുറച്ച് കിട്ടും. പക്ഷെ സ്നേഹബന്ധങ്ങള് നമുക്ക് നേടാനായിട്ട് ഒരിക്കലും പണം കൊണ്ട് സാധിക്കില്ല. അതെ, അത് പണം കൊണ്ട് സ്നേഹബന്ധം കാശ് കൊടുത്ത് കിട്ടുന്നതല്ല സ്നേഹബന്ധം അല്ലേ. ഒരിക്കലും നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് മറ്റുള്ളവര് നമ്മളെ അളക്കണത്. നമ്മളെ എപ്പോഴും നന്നായിട്ട് നീ പറഞ്ഞില്ലേ സത്യസന്ധമായിട്ട് എല്ലാവരോടും ഇടപഴകി ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയൂലേ, നമ്മളെ അറിയാവുന്ന വ്യക്തികളെ, ഇപ്പൊക്കെ ഇല്ലാത്ത ഒരുപാട് വ്യക്തികൾ വഴികളിലൂടെ എല്ലാം ഇങ്ങനെ നടന്നു, ഇഷ്ടം പോലെ വീടുകളായില്ല. അപ്പം നമ്മളെ അറിയാവുന്ന വ്യക്തികളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുശലം ചോദിച്ചു എന്ന് ഓർത്ത് നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. എന്തെങ്കിലും ഒരു കുശലം ചോദിക്കുക. ഇനി കുശലം ചോദിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ മുഖം കൊണ്ടൊന്ന് ചിരിക്കുമെങ്കിലും ചെയ്യുക. മുഖം വെട്ടിച്ച് പോരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ജീവിതത്തിന്റെ സമ്പത്തിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് വിട്ടുപോയി, മറ്റുള്ളവർക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന നല്ല മനസ്സ്. അത് തീർച്ചയായിട്ടും വേണം, നല്ല മനസ്സ് വേണം. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു പോയിന്റ് വിട്ടുപോയി, ഒരുപാടൊന്നും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ശാരീരികമായിട്ട് തന്നെയല്ല, എന്തെങ്കിലുമൊക്കെ അവശത അനുഭവിക്കുന്നവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം കൊടുത്താൽ നല്ലതായിരിക്കും. ഒരുപാടൊന്നും കൊടുക്കാൻ നമുക്കിപ്പോൾ കാശ് കൊടുത്താൽ ആരെയും സഹായിക്കാൻ പറ്റൂല. പക്ഷെ ഓരോരുത്തരുടെ അവശത കേൾക്കുമ്പോൾ അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇനി ചോദിച്ച ചോദ്യങ്ങളെ പറ്റിയുള്ള മറുപടി പറയാനുള്ളത്. പക്ഷെ 5 പോയിന്റും ഒന്നിനൊന്ന് കെട്ടക്കി നിൽക്കണതാ, ഒന്നും മാറ്റി നിർത്തേണ്ടതല്ല. പക്ഷെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആരോഗ്യത്തിനാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ വേറെ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളില്ലേ, ഇപ്പൊ നടന്നു പോകുമ്പോ നമ്മുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ട് ഇൻഫെക്ഷൻ ആയി എന്ന് വിചാരിക്കുക, നമ്മുടെ എല്ലാം കഴിഞ്ഞു. പക്ഷെ ആരും ചിന്തിക്കുന്നില്ല. വെല്ലുവിളിച്ചോണ്ട് നടക്കണ കാലത്ത് ജീവിതം വെല്ലുവിളിയാണ്. നീ ആരടി, നീ ആരടാ എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതെ, നീ ആരെന്നോട് എനിക്ക് ആരെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ മാറ്റം അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ഞങ്ങൾ മെയിൻ ഇവിടെ ഈ വഴിയിലൊക്കെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ വരും. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് വീടുകളുണ്ട്. ഇവിടെ പപ്പ പറയൂലേ, എല്ലാ വീടുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. എല്ലാവരുമായിട്ട്, കുറവുള്ളവരുണ്ട്, കൂടുതലുള്ളവരുണ്ട്, മീഡിയം ഉള്ളവരുണ്ട്, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വഴിയിൽ ഇങ്ങനെ നടക്കാൻ പോണം. അപ്പം ഇങ്ങനെ പോകുമ്പോൾ വരുന്ന വാഹനങ്ങളും 2 വീലറും ഇതെല്ലാം നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വ്യക്തികൾ ഇതിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പല പല വീടുകൾ വന്നപ്പോൾ ആ വീടുകളിലേക്ക് പല വ്യക്തികളും വരും. അപ്പൊ നമ്മൾ അവരെ അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെ വീടുകൾ പെരുകുന്തോറും നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഉണ്ടായിരുന്ന അത്രയുള്ളൊരു, പക്ഷെ പണ്ടുള്ളവർ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ വീടുകളിലേക്ക് വന്നവരായിരിക്കാം. അതുകൂടാതെ വഴി തെറ്റി വന്നവരായിരിക്കാം, വീടുകൾ അന്വേഷിച്ച്. പിന്നെ പല കച്ചവടക്കാർ വരും. എല്ലാവരും ഒന്നും നമുക്കതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഈ പല ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ വരുമല്ലോ. ഇപ്പോഴത്തെ അങ്ങനെയാണ്, ഇങ്ങനെ സെയിലെന്നും പറഞ്ഞു വന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ നിലവാരമുണ്ട്. പിന്നെ
മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാരും. പണത്തിന്റെ പേരിൽ ആരും കൊച്ചാക്കി കാണാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും പണം കൂടുതലുള്ളവനെന്നോ പണം കുറവുള്ളവനെന്നോ രണ്ട് തട്ടിലാരെയും കാണാറില്ല. പണം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇരിക്കും. എന്തിനു നമ്മൾ മറ്റുള്ളവരെ കൊച്ചാക്കി കാണണം? ഈ പണം കൊണ്ട് മാത്രം ഈ പറഞ്ഞ പോലെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ? പണം വേണം, ആശുപത്രി കയറാൻ പണം വേണം, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ അതിലും സമാധാനമായിട്ട് കൂടുതൽ പൈസ, അതിലും താഴ്ന്ന പൈസയുള്ളവർ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മനസ്സിലാക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും അതൊന്നും മനസ്സിലാക്കാറില്ല. എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയുടെ വ്യത്യാസമാണത്. പണ്ട് അങ്ങനെയല്ല. പക്ഷെ ഒരുപാട് നല്ല യോജിപ്പും ഇതുമൊക്കെ ഉണ്ട് വീടുകൾ തമ്മിലും ഒക്കെ. എനിക്ക് എപ്പോഴും ആൾക്കാരുമായിട്ട് ഇടപഴകി പോണത് തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. അപ്പൊ ഇതൊക്കെയാണ് കാട് കയറി പോയി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെയാണ് സംഭവങ്ങൾ പറയാനുള്ളത്.